കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സമരം ചെയ്യാതെ എന്താണ് ചെയ്യാനുള്ളത്? സമരം ചെയ്യുക തന്നെ ചെയ്യും. സമരം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമരമല്ല, മുന്നണി വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ കൊണ്ട് തിരികെ കയറ്റാനുള്ളൊരു ഇടം മാത്രമാണ് PSCയുടെ പോസ്റ്റുകൾ എന്ന കണക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗുണ്ടാത്തലവന്മാരും കൊട്ടേഷൻ സംഘങ്ങളും വിറ്റുതുലയ്ക്കുന്ന ഒരു സമീപനത്തോടുകൂടി കേരളത്തിലെ PSCയുടെ സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും കൂട്ടരും ആ PSCയെ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു പരീക്ഷയിലെന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ പരീക്ഷകളും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ആ വിഷയങ്ങളെല്ലാം വഞ്ചിച്ചിരിക്കുകയാണ്. അവരോട് യുദ്ധപ്രഖ്യാപനം കണക്കെയാണ് കേരളത്തിലെ നിലവിലത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറയാം. ആ PSCയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ടെസ്റ്റിങ്ങും ഇല്ല, യാതൊരു വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തരത്തിലുള്ള ചെക്കിങ്ങും ഇല്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് PSCയുടെ ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവം ഉണ്ടായത്. എന്തായാലും സംസ്ഥാന PSC വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PSCക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറാവുകയാണ് സംസ്ഥാന യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ മനുപ്രസാദ് ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. കേരളത്തിൽ PSCയുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്ന വാർത്തകൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല PSC കേന്ദ്രീകൃതമായ ഇത്തരം സംഭവങ്ങൾ. PSCയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഈ PSC കേന്ദ്രീകൃതമായി വർഷങ്ങളായി നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പുറത്തു വരാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. PSC ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി PSCയുടെ ലിസ്റ്റിൽ ഇടം നേടി കാത്തിരിക്കുമ്പോൾ തങ്ങളുടെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി PSCയെ വിറ്റുതുലയ്ക്കുന്ന സമീപനത്തിലേക്കാണ് കേരളത്തിലെ PSC ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു വലിയ ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടാത്തലവന്മാരും കൊട്ടേഷൻ സംഘങ്ങളും വിറ്റുതുലയ്ക്കുന്ന ഒരു സമീപനത്തോടുകൂടി കേരളത്തിലെ PSCയുടെ സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും കൂട്ടരും ആ PSCയെ മാറ്റിയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ യുവാക്കളോടുള്ളൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ആ യുദ്ധപ്രഖ്യാപനത്തോട് താതാത്മ്യപ്പെടുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തങ്ങൾ നടത്തിയിരിക്കുന്ന കൂട്ടുകച്ചവടത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് PSC കേന്ദ്രീകൃതമായ അഴിമതിയെയും തങ്ങൾക്ക് ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയും ഉണ്ടാകരുത് എന്ന സമീപനത്തിലേക്ക് കേരള സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്താണോ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന എല്ലാ സ്വജനപക്ഷപാതങ്ങളെയും അതുപോലെ തന്നെ സംരക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ് എന്ന കണക്കെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശനും മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ തുടർച്ചയെന്നോണം സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സമരത്തെയൊക്കെ വിദ്യാർത്ഥി സമരം, യുവജന സമരങ്ങളെയെല്ലാം അടിച്ചമർത്തുന്ന സമീപനമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഭരണകൂടവും കാണിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹമാണ്. ഈ സമരങ്ങളെ അടിച്ചമർത്തി നിങ്ങൾക്ക് അവസാനിക്കാൻ സാധ്യമല്ല. ഈ സമരങ്ങൾ തുടർന്നും ഉണ്ടാവുക തന്നെ ചെയ്യും. PSCക്കെതിരെ മാത്രമുണ്ടായിരുന്ന ഒരു സമരം PSCയെ സംരക്ഷിക്കുന്ന കേരള ഭരണകൂടത്തിനെതിരെ കൂടി യുവമോർച്ച ആരംഭിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. ഇന്നത്തെ ഒരു പരീക്ഷയിലടക്കം വലിയ രീതിയിലുള്ള അപാകത ഉണ്ടായിരിക്കുന്നു ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട്. അല്ല, പരീക്ഷ എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവമില്ലാതെയാണ് അവർ കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു പരീക്ഷയിലെന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ പരീക്ഷകളും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി സമൂഹം ഇപ്പോൾ ഈ PSC വിഷയത്തിൽ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ പേപ്പർ രാവിലെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമീപനമുണ്ട്. അത് കൊണ്ടുവന്ന് പൊട്ടിച്ച് കൊടുക്കാൻ പറ്റിയ ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം എന്തോ ഒരു മാറ്റം അതിൽ സംഭവിച്ചതുകൊണ്ടാണ് അത് കുട്ടികളുടെ കയ്യിലെത്തിയത്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും ക്രമക്കേടുകൾ നടത്താൻ ഞങ്ങൾക്ക് മടിയില്ല എന്നാണ് PSCയുടെ അധികൃതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ അപാകതകളും ക്രമക്കേടുകളും എല്ലാം തന്നെയാണ് PSCയുമായി ബന്ധപ്പെട്ട് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള യുവാക്കൾ തന്നെ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് PSC പരീക്ഷ എഴുതുന്നത്, അതുകൊണ്ട് വലിയ ഉപകാരം എന്താണ് എന്നുള്ളതാണ്. അല്ല, PSC മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന, അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച, അതേ ഒരു സ്വപ്നമെന്ന് കണക്കെ കൊണ്ടു നടക്കുന്ന വലിയൊരു സമൂഹം കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. അവരുടെ ഏക പ്രതീക്ഷ എന്നോണം അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ സമയം മുഴുവൻ അവർ കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് അവരെ കണ്ണിലെന്ന് അടിച്ചു. അവരിന്ന് വേവലാതിയിലാണ്. ആ വേവലാതിയും ആവലാതിയും പറയാൻ ഒരിടമില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അല്ലാതെ, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിക്കുകയല്ലാതെ, മണ്ണുവാരി തിന്നുകയല്ലാതെ മറ്റൊരു നിവർത്തികേടും അവരുടെ മുന്നിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അവരുടെ കൂടി വിഷയങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് യുവമോർച്ചയുടെ ദൗത്യം ഏറ്റെടുക്കുന്നത്. പക്ഷേ ആ വിഷയങ്ങളെല്ലാം വഞ്ചിച്ചിരിക്കുകയാണ്. അവരോട് യുദ്ധപ്രഖ്യാപനം കണക്കെയാണ് കേരളത്തിലെ നിലവിലത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ സമരം ചെയ്തതുകൊണ്ടോ എന്തുകൊണ്ടോ, അങ്ങനെ പ്രതിഷേധിച്ചതുകൊണ്ടോ വല്ല കാര്യവുമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അതിന് പിന്നാലെ
PSC ഇനി ഏത് രീതിയിലാണ് പരിഷ്കരിക്കേണ്ടത്? അത്തരത്തിലൊരു പരിഷ്കാരം ആവശ്യമുണ്ടോ? തീർച്ചയായും സമരം ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതല്ല, സമരം ചെയ്യുകയല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സമരം ചെയ്യാതെ എന്താണ് ചെയ്യാനുള്ളത്? സമരം ചെയ്യുക തന്നെ ചെയ്യും. സമരം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന കണക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും. സമരം ചെയ്യുക മാത്രമല്ല, ക്രിയാത്മകമായ ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഗവർണറെ കണ്ടിട്ടുണ്ട്, ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. ആ നടപടിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇടപെടലുകളും ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സമരം കൂടി ചെയ്യേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം. ആരും ചോദിക്കാനില്ലാതെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി കേരളത്തിലെ യുവജന സമൂഹം, പ്രത്യേകിച്ച് PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാറിയിരിക്കുകയാണ്. അവർക്കൊരാശ്രയവും ഒരു പ്രതീക്ഷയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് യുവജന സംഘടന എന്നതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒരു സമരാത്മക സംഘടന കൂടി ആയതുകൊണ്ട് ഞങ്ങളത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. 2, PSCയിൽ വരേണ്ട മാറ്റങ്ങൾ. വളരെ പ്രസക്തമായ ചോദ്യം. PSC പബ്ലിക് സർവീസ് കമ്മീഷനും മറ്റാളുകളും ഒക്കെ നമ്മൾ നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളങ്ങൾ കൊടുത്തിട്ടാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളങ്ങൾ കൊടുക്കുമ്പോഴും ആ ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള ജോലി, സാലറിക്ക് വേണ്ടിയിട്ടുള്ള ജോലി അവർ ചെയ്യുന്നില്ല. പാർട്ടിയുടെ MLA സീറ്റ് കിട്ടാത്തവർ മുന്നണി വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ കൊണ്ട് തിരികെ കയറ്റാനുള്ളൊരു ഇടം മാത്രമാണ് PSCയുടെ പോസ്റ്റുകൾ എന്ന കണക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ മാറ്റമുണ്ടാകണം, അതിൽ കൃത്യമായ സ്ക്രീനിങ് ഉണ്ടാകണം. PSC പരീക്ഷ എഴുതി ജോലിക്ക് പോകുന്ന ഒരാൾക്ക് എന്തൊക്കെയാണോ ടെസ്റ്റിംഗ് ഉണ്ടത്, എന്തൊക്കെയാണോ അവരുടെ പോലീസ് വെരിഫിക്കേഷൻ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തുന്നു, അവരുടെ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റുകൾ നടത്തുന്നു. പക്ഷേ ആ PSCയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ടെസ്റ്റിങ്ങും ഇല്ല, ഏതൊരു വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തരത്തിലുള്ള ചെക്കിങ്ങും ഇല്ല. അവർ പാർട്ടിയുടെ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള ഇടമാക്കി PSC മാറ്റി, അവിടുത്തെ ഖജനാവ് മുടിക്കാനുള്ള അവസരമാക്കി മാറ്റി, അതോടൊപ്പം തന്നെ അഴിമതി നടത്താനുള്ള അവസരമാക്കി മാറ്റി. അതുകൊണ്ട് അഴിമതിക്കാരും സീറ്റ് കിട്ടാത്തവരും മറ്റുള്ളവരെയും തിരികെ കയറ്റാനുള്ള ഇടമാക്കിയ PSC അല്ല. ആ PSCയിൽ സുതാര്യമായ ഒരു ഭരണ സംവിധാനം PSCയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയങ്ങളിൽ ഗവർണർ ഇടപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഞങ്ങൾ ഗവർണറെ കണ്ടു, ഗവർണറോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഗവർണർ ഈ വിഷയങ്ങൾ ഇടപെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ശുപാർശ കേന്ദ്ര അന്വേഷണങ്ങൾ ഏറ്റെടുക്കണം എന്ന നിലയിൽ പോകേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന PSC ആസ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറാവുകയാണ് യുവമോർച്ച എന്നാണ് മനുപ്രസാദ് നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.